Hi lovely people, so glad you are here on Amala Midun. Welcome to my channel. നമ്മളിൽ പലർക്കും അച്ചാർന്ന് കേൾക്കുമ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം വരും അല്ലേ? ഇന്ന് നമുക്കൊരു നെല്ലിക്ക അച്ചാറിട്ടാലോ? 1 കിലോ നെല്ലിക്കയാണ്. അത്യാവശ്യം വലുപ്പമുള്ള നെല്ലിക്കയാട്ടോ. വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്ത നെല്ലിക്ക ഇത്. ഇനി നെല്ലിക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇഡലി പാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തു, കഴുകി വെച്ച നെല്ലിക്ക ഇട്ടു. ഇനി ആവശ്യത്തിന് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അച്ചാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൗഡറാണ് ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചെടുത്ത പൗഡർ. 1.5 ടേബിൾ സ്പൂൺ കടുകും 1.5 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഒന്ന് വറുത്തെടുക്കാം. കളർ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. കടുകൊക്കെ പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നമുക്കൊന്ന് പൗഡറാക്കി എടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നെല്ലിക്ക വെന്തിട്ടുണ്ട്. ഈ വേവ് കറക്റ്റാണ്. ഒരുപാട് വെന്തും പോകരുത്. മിക്സ് ചെയ്യുന്ന നേരം കുഴഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഇനി നെല്ലിക്ക നമുക്ക് ബൗളിലോട്ടോ പ്ലേറ്റിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ നെല്ലിക്ക ഇവിടെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തേക്കുന്നത്. നെല്ലിക്ക പീസസ് ആക്കാണ്ട് വലുതായിട്ട് ഇടുവാണെങ്കിൽ അങ്ങനെയും ഇടാം. ഇനി 1/4 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2 ടേബിൾ സ്പൂൺ കടുകും ഉലുവയും കൂടെ വറുത്ത് വെച്ച പൗഡറും കൂടെ ഇനി ഇട്ട് കൊടുക്കാം. സോൾട്ട് ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആഡ് ചെയ്ത പൊടികളെല്ലാം നെല്ലിക്കയിൽ നല്ലതുപോലെ പിടിക്കണം. അതുകൊണ്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. പാൻ എടുത്ത് വെക്കാം. ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് എപ്പോഴും നല്ലത് നല്ലെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1 ചുള വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 3 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത്. ദെൻ 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത നെല്ലിക്കയിലോട്ട് ഒഴിക്കാം. മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് വിനീഗർ ആഡ് ചെയ്യാം. കുറേ ദിവസമൊക്കെ അച്ചാറിനൊക്കെ കുഴപ്പമില്ലാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ വിനീഗർ ആഡ് ചെയ്യണം. ഇനി വിനീഗറും ചേർത്ത് നെല്ലിക്ക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അച്ചാറിന് ഉപ്പ് കുറവാണെങ്കിൽ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ദെൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാട്ടോ എനിക്ക് കുറച്ച് ടൈം എടുക്കുന്നത്. അല്ലാതെ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന പോലെയാണെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കി കഴിയും. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിലൊക്കെ വെക്കുവാണെങ്കിൽ 2-3 മാസം വരെ കേടുകൂടാണ്ടിരിക്കും. അച്ചാർ ഇട്ട ഉടനെ തന്നെ ഉപയോഗിക്കരുത്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. എങ്കിൽ മാത്രമേ ഉപ്പും പൊടികളെല്ലാം നെല്ലിക്കയിൽ പിടിക്കൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാറാണ് നമ്മളിന്ന് കണ്ടത്. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്